പട്ടാമ്പി നഗരം അതിവേഗം വികസിക്കുകയാണ്. പണ്ട് ഇളനീരൊഴുക്ക് പോലുണ്ടായിരുന്ന നിർമ്മലമായ നിളാനദിയുടെ തീരത്തെ ഒരു നിഷ്കളങ്ക ഗ്രാമീണ നഗരമായിരുന്നു പട്ടാമ്പി. എന്റെ കുട്ടിക്കാലത്ത് പട്ടാമ്പി കയ്യിൽ എടുക്കാവുന്ന ഒരു ചെറിയ നഗരം. ഇന്ന് പ്രാണനെ ഉള്ളംകൈയിൽ പിടിച്ചുകൊണ്ട് വേണം പട്ടാമ്പി നഗരത്തിലൂടെ നടക്കാൻ. നഗരം നിറയെ വാഹനങ്ങൾ, ഇടുങ്ങിയ നിരത്തുകൾ, തിരക്ക് പിടിച്ചോടുന്ന മനുഷ്യർ, വലിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായി. അങ്ങനെ ശ്വാസം മുട്ടുന്ന വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന, കിതച്ചുകൊണ്ടിരിക്കുന്ന പട്ടാമ്പി നഗരത്തിൽ ഒരിത്തിരി സമാധാനത്തിനുള്ള സ്ഥലം തേടി അലഞ്ഞ ഒടുവിൽ ഇതാ പട്ടാമ്പിയിലെ ഏറ്റവും പഴക്കമുള്ളൊരു സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കുന്നു. കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ആൽവൃക്ഷത്തിന്റെ തണലിൽ. ആൽവൃക്ഷങ്ങളെപ്പോലും ബോൺസായി വൃക്ഷങ്ങളായി ചെടിച്ചട്ടിയിൽ വളർത്തുന്ന കാലത്ത് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കണ്ട ഒരു കൂറ്റൻ അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. ഇതൊരു ബോധിവൃക്ഷമല്ല എന്ന് ആധുനിക കാലത്ത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ 9ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ക്ഷേത്രം അതേപോലെ നിലനിൽക്കുന്നുണ്ട്. പല ആക്രമണങ്ങൾക്കും ശേഷം അത് പരിക്കുപറ്റാതെ ഇന്ന് ബാക്കിയാണ്. ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ കയറി പടമെടുക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. മുൻഭാഗം പുതുക്കി പണിഞ്ഞിട്ടുണ്ടെങ്കിലും കൈത്തളിയിലെ ഈ മഹാദേവ ക്ഷേത്രം പട്ടാമ്പിയിലെ പഴയ ഒരു സ്ഥലത്തിന്റെ സ്മാരകമാണ്. പഴയ പട്ടാമ്പി കാണെ കാണെ ശ്വാസം മുട്ടി വികസിച്ചുകൊണ്ടിരിക്കെ ഈ പട്ടാമ്പിയെ നഗരവികസനത്തോടൊപ്പം തന്നെ മനുഷ്യവികസനത്തിലേക്ക് കൂടി കൈപിടിച്ചുയർത്തിയ പുന്നശ്ശേരി ഗുരുനാഥനും EMS നമ്പൂതിരിപ്പാടും, ഖിലാഫത്ത് സമരം നയിച്ച മൂഴികുന്നത്തും ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടും, EP ഗോപാലനും, VV കുഞ്ഞുണ്ണി നായരും ഒക്കെ അടക്കമുള്ള എത്രയോ മഹാമനുഷ്യസ്നേഹികളുടെ നീണ്ട നിര കടന്നുപോയ ഒരു ചരിത്ര നഗരം നിളയെപ്പോലെ തന്നെ ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ്. എല്ലാ നഗരങ്ങളും നിളാതീരത്ത് മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും നഗരങ്ങൾ വികസിച്ച് പരസ്പരം കൂട്ടിമുട്ടുകയും കേരളം മുഴുവൻ ഒരു വലിയ മെട്രോപൊളിറ്റൻ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് ശാന്തിയുടെ വെളിച്ചം എന്ന് ഓരോ പുഴയും കടന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അന്വേഷിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇവിടെ പല സ്വപ്നങ്ങളും പൊലിഞ്ഞു പോവുകയും പുതിയ സ്വപ്നങ്ങൾ ആവിർഭവിക്കുകയും ചെയ്യുന്ന അതിവേഗത്തിലുള്ള പരിവർത്തനങ്ങളുടെ യുഗത്തിൽ ഈ അരയാൽ വൃക്ഷം സാക്ഷിയാണ്. കാലം സാക്ഷിയാണ്. നിരന്തരമായ പലായനങ്ങൾക്കും ഓട്ടങ്ങൾക്കും ഇടയിലും ചിരന്തരമായ ഒരു ശാന്തിയുടെ സ്ഥലം, സമാധാനത്തിന്റെ സ്ഥലം, ഒരു വിശുദ്ധിയുടെ സ്ഥലം കാത്തുസൂക്ഷിക്കാൻ മനുഷ്യജീവിതത്തിന് ലക്ഷ്യമുണ്ടാവേണ്ടതാണ് എന്ന് കൈത്തളിയിലെ മഹാദേവ ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അരയാൽ വൃക്ഷം ചരിത്രത്തിന്റെ ഒരു വഴിയമ്പലമാകുന്നു. വഴിയാത്രക്കാർക്ക് വന്നിരിക്കാൻ ഒരു തണൽ, ഒരു സാന്ത്വനം. നേത്രിമംഗലം ക്ഷേത്രം എന്നുകൂടി പേരുള്ള കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ദ്രാവിഡ ക്ഷേത്ര മാതൃകകളിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം 9ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടതെന്നും ചില പുരാവസ്തു ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റ കരിങ്കല്ലിലാണ് ഈ ക്ഷേത്ര ഗോപുരം പണിതീർത്തിട്ടുള്ളത്. കൃഷ്ണശിലയിൽ തീർക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ശില്പഗോപുരമാണത്. ആ ശില്പഗോപുരത്തിന്റെ പണി പൂർത്തിയാവാത്തതാണെന്ന് പലരും പറയുന്നുണ്ട്. വേറെ ചിലർ ആ ക്ഷേത്രം തകർക്കപ്പെട്ടതാണെന്നും പറയുന്നു. തകർക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ഉപരിഗോപുരങ്ങളിൽ ഒന്നാണ് കൂറ്റനാട് പട്ടാമ്പി പാതയിൽ കൂട്ടുപാതയ്ക്കടുത്ത് കാണപ്പെടുന്ന കട്ടിൽമാടം എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ എത്രത്തോളം ചരിത്ര വസ്തുതയുണ്ട് എന്നറിഞ്ഞുകൂടെങ്കിലും ഇവിടെ കാണുന്ന ഈ ശിലാഗോപുരത്തിന്റെ ശില്പമാതൃകകളോട് കട്ടിൽമാടത്തിന്റെ ശില്പമാതൃകകൾക്കും ബന്ധമുള്ളതായിട്ട് കാണുന്നു. ഏതായിരുന്നാലും ഈ ശിലാശില്പങ്ങൾ ഒരു അത്ഭുതമാണ്. 9ാം നൂറ്റാണ്ടിൽ ഇത്രയും വ്യത്യസ്തതയോടും ആധുനികതയോടും കൂടി ഒറ്റ ശിലയിൽ ഇങ്ങനെ ശില്പങ്ങൾ കൊത്തിയെടുത്തത് ദക്ഷിണേന്ത്യയിൽ തന്നെ അപൂർവമായൊരു വിസ്മയമാണ്. അതുകൊണ്ട് ശില്പികളും ചിത്രകലാ ഗവേഷകന്മാരും ശില്പകലാ ഗവേഷകന്മാരും പലപ്പോഴും നേത്രിമംഗലം കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. പുരാതനകാല കേരളത്തിലെ ഏതോ മഹാന്മാരായ ശില്പികളുടെ ഒളിപ്പാടില്ലാത്ത ശില്പവിരുതാണ് ഈ ശില്പഗോപുരത്തിന്റെ മുകളിൽ കാണുന്നത്.
അതേതെങ്കിലും ഒരു ശില്പി സൃഷ്ടിച്ചതാണോ, ശില്പികളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചതാണോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. ആധുനിക കാലത്ത് ശില്പകലയിലെ പുതിയ കൂട്ടായ്മകളെക്കുറിച്ച് അന്വേഷിക്കുന്ന പലരും നേത്രിമംഗലം കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്മാരകമായി ഇന്ത്യ ഗവൺമെന്റ് ഈ ക്ഷേത്രം തിരിച്ചറിയുകയും 1982 മുതൽ പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രം ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരികയുമാണ്. ഒരു കാലഘട്ടത്തിൽ ശില്പികൾ, കലാകാരന്മാർ അവരുടെ വിശ്വാസവും അവരുടെ സൗന്ദര്യവും കൊത്തിവെച്ചത് ഇത്തരം ശിലകളിലാണ്. ആ ശിലകളാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ക്ഷേത്രം ശരീരമാണ് എന്നൊരു സങ്കല്പമുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശരീരം അത് നമ്മുടെ ആത്മശരീരമാണ്, അത് നമ്മുടെ കലാശരീരമാണ്, അത് നമ്മുടെ സംസ്കാര ശരീരമാണ്. നിളാതീരത്തിന്റെ അനന്തവിചിത്രങ്ങളായ വിശ്വാസ പരമ്പരകളിൽ നേത്രിമംഗലം ശിവക്ഷേത്രത്തിലെ ഒറ്റക്കരിങ്കലിൽ പണിതീർക്കപ്പെട്ടിരിക്കുന്ന ഒരുപക്ഷെ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഈ ശില്പഗോപുരം കൂടി ഉണ്ട്.